എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങയും തേങ്ങാപ്പാലും ചൊവ്വരിയൊക്കെ വെച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കിത് പായസത്തേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരം കൂടിയാണ്. കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിതാ 2 പഴുത്തിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയായതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ നല്ല പൾപ്പാക്കിയിട്ട് കിട്ടുന്നതായിരിക്കും. ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള 1-ാം പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്വീറ്റിന് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പിനടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങയുണ്ടല്ലോ, ഇത് നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് അങ്ങ് മുഴുവനെ ഇട്ട് കൊടുത്തിട്ട് ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാണ് വേണ്ടത്. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ചൊവ്വരി ഒന്ന് വേവിച്ചെടുക്കുന്ന സമയം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. 1/2 കപ്പിനടുത്ത് ഞാനിതാ സാബുനരി ചൊവ്വരി എന്നൊക്കെ പറയുന്നതാണ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ സീഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് കുതിർത്തിയെടുക്കണം. 20 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഇത് കഴുകിയെടുത്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവനെ നമുക്ക് കളയണം കേട്ടോ. അപ്പോൾ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൊവ്വരി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഇതിൻ്റെ ചെറിയ സീഡായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ വെള്ള സീഡൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഒരു കണ്ണാടി പോലെ ആയി കിട്ടും. അപ്പോൾ അതുവരെ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അധികം സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല വെന്ത് കിട്ടും. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കണം. അതിനുശേഷം കുറച്ച് തണുത്ത വെള്ളം, സാധാരണ പച്ചവെള്ളം എടുത്താലും മതി, ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ പോകാനായിട്ട് കുറച്ച് നേരം വെക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ മുഴുവനെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം എന്താ ഞാൻ ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ മിക്സാണ്. ഇതിലേക്ക് നമുക്ക് ചൂടാറിയിട്ടുള്ള ചൊവ്വരി അങ്ങ് ഇട്ട് കൊടുക്കാം. മുഴുവനെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മാങ്ങ നമ്മൾ അരച്ച് പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാമും അണ്ടിപ്പരിപ്പും ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ടും വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിതാ ഒരു ട്രേയിലേക്ക് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് പായസത്തിന് പകരം ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. കഴിക്കാനും അത് തന്നെ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാങ്ങയും കുറച്ച് ബാക്കിയുള്ള നട്ട്സൊക്കെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം തന്നെ കാണാം. Thank you.